ഇന്ത്യൻ അറബ് സംസ്കാരങ്ങളുടെ സമന്വയോദാഹരണമായി അബുദാബിയിലെ രാമക്ഷേത്രം. അബുദാബിയിൽ നിർമ്മിച്ചിരിക്കുന്ന മഹത്തായ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഫെബ്രുവരി 14 വസന്തപഞ്ചമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകും. 27 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 6 വർഷം മുമ്പാണ് ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന താഴികക്കുടം അറബി വാസ്തുവിദ്യയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഭൂമി, വെള്ളം, അഗ്നി, ആകാശം, വായു എന്നിവയ്ക്കൊപ്പം ചന്ദ്രനെയും താഴികക്കുടം പ്രതിനിധീകരിക്കുന്നു. എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്ത്യൻ അറബ് സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കും. 700 കോടി മുടക്കി നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഇരുമ്പും ഉരുക്കും ഉപയോഗിച്ചിട്ടില്ല. സ്തംഭം മുതൽ മേൽക്കൂര വരെ കൊത്തുപണികൾ നടത്തിയിട്ടുണ്ടെന്ന് സന്നദ്ധ പ്രവർത്തകനായ യോഗേഷ് തക്കർ പറഞ്ഞു. 700 കണ്ടെയ്നറുകളിലായി 20 ടണ്ണിലധികം കല്ലും മാർബിളും ഭാരതത്തിൽ നിന്നും കയറ്റി അയച്ചിട്ടുണ്ട്. 10,000 പേർക്ക് ക്ഷേത്രത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനാകും. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ അറബിക്, ചൈനീസ്, ആസ്ടെക്, മെസോപ്പൊട്ടേമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 എമിറേറ്റുകളിൽ നിന്നും മണൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ മണൽക്കൂന നിർമ്മിച്ചിട്ടുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനം പ്രധാന കവാടത്തിന് ഇരുവശത്തുമായി ഒരുക്കിയിട്ടുണ്ട്. 96 വർഷത്തെ തപസ്സിനെ പ്രതിനിധീകരിക്കുന്ന 96 മണികൾ ഗംഗയുടെ തീരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. UAE-യുടെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 കൊടുമുടികളാണ് ക്ഷേത്രത്തിനുള്ളത്. രാമസീത, ശിവപാർവതി എന്നിവരുൾപ്പെടെ 7 വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാകും. മുഴുവൻ രാമായണവും ജഗന്നാഥയാത്രയും ശിവപുരാണവും ചുവരുകളിലെ കല്ലുകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം ഇന്ത്യൻ അറബ് സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ശക്തമായ സന്ദേശം നൽകുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമാണ് അബുദാബിയിലെ രാമക്ഷേത്രം.